അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം പയറും വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ തക്കാളി പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ പൊട്ടിച്ച് കവറിൽ കെട്ടി വെക്കാൻ വേണ്ടി, കാരണം ഞങ്ങളിന്ന് പോവാണ്. അപ്പോൾ ഇനി വരുമ്പോഴേക്കും 2-3-4 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപക്ഷെ പഴുത്തുങ്ങാണ്ട് പ്രാണികളൊക്കെ തിന്ന് പൊട്ടിച്ചാടും. അപ്പോൾ അതിലേറെ നല്ലത് പൊട്ടിച്ച് വെക്കുന്നതാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ പൊട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ എണ്ണ കാച്ചണം. പച്ച തക്കാളി പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ പച്ച തക്കാളി കറിയിലിട്ടാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പഴുത്ത തക്കാളിക്ക് വേറെയും പച്ച തക്കാളിക്ക് വേറെ ടേസ്റ്റുമാണ്. അപ്പോൾ പച്ചത്തക്കാളിയും കറിയിലിടാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊട്ടിക്കുകയാണ്. അപ്പോൾ പ്രാണികളൊന്നും വെറുതെ നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാമല്ലോ. പിന്നെ എണ്ണ കാച്ചണം. അതിനായിട്ട് കറ്റാർവാഴയും കഞ്ഞുണ്ണിയുടെ തൈ കുറേ അപ്പോൾ കഞ്ഞുണ്ണിയും വേരോട് കൂടി പൊട്ടിക്കുന്നുണ്ട്. പൂവും ഒക്കെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും ഞാൻ കുറച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയും കാച്ചണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ പിന്നെ ചാനലിട്ടിട്ടുണ്ട്. കാണണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ.